രജിഷയുടെ ആദ്യത്തെ സിനിമയിൽ തന്നെ ആ എലി എന്ന് പറയുന്ന കഥാപാത്രം അങ്ങ് ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു നല്ല ഓർമ്മ? ഇപ്പൊ കുറെ വർഷമായല്ലോ, ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നു 5 വർഷം ഒരു നല്ല ഓർമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഏതാ വരുന്നത്? എനിക്ക് തോന്നുന്നു കരിക്കും വെള്ളത്തിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രണയ നൈരാശ്യം വരുമ്പം എപ്പോഴും നമ്മൾ കാണിക്കുന്ന മിക്കവാറും സിനിമകളിലും നടന്റെ അല്ലെങ്കിൽ പുരുഷന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും അവർ എത്രമാത്രം വിഷമിക്കുന്നു, അവർ കള്ളുകുടിക്കുന്നു, അവരുടെ കരച്ചില്ല. അതെ, ഒരിക്കലും അധികം നമ്മൾ ഈ പെൺകുട്ടികളുടെ പെർസ്പെക്റ്റീവ് കാണിക്കാറില്ല. മിക്കവാറും ആ നടി മുതൽ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും. അതൊരു വൃത്തിയായിട്ട് വരും, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വേർഡാണ്. അല്ല പറയുമോ ഞാൻ. അപ്പൊ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അതായത് വിഷമം രണ്ടുപേർക്കും ഈക്വൽ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആര് തീരുമാനം എടുത്താൽ പോലും നമുക്ക് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്ന ഒരു കാര്യം ഇല്ലാതാവുമ്പം വിഷമം രണ്ടുപേർക്കും ഈക്വലി ഉണ്ടാവും. അപ്പൊ അത് കാണിക്കുമ്പം പെണ്ണിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് കാണിച്ചത് എനിക്ക് അതും കൂടെ കാണിച്ചത് എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കള്ളു കുടിച്ച് കരയുന്ന സീന് ഒക്കെ രാത്രി ഇപ്പോഴും അതിന്റെ റൈറ്റർ നവീൻ ഭാസ്കറാണ്. അപ്പം നവീൻ ചേട്ടൻ എപ്പോഴും പറയും ഒരു ദിവസം ഷൂട്ട് ചെയ്തിങ്ങനെ ഒരു ഫ്ലാറ്റിൽ നടക്കുക. അപ്പം നമ്മൾ എനിക്കൊരു രാത്രി ഒരു 2-3 മണിക്കാണ് ആ സീൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക്. അപ്പം നവീൻ ചേട്ടൻ പെട്ടെന്ന് ഫ്ലാറ്റിലോട്ട് കയറി വന്നു, ഷൂട്ട് നടക്കുന്ന ഫ്ലാറ്റിലോട്ട് പുള്ളി കയറി വരുമ്പോൾ പുള്ളി കാണുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഹാളിൽ എല്ലായിടത്തും എല്ലാവരും ഇങ്ങനെ മയങ്ങിപ്പോകും. കാരണം അത്രയും നേരം ഷൂട്ട് ചെയ്തിട്ട് ക്രൂ ഒക്കെ ടയേർഡായിട്ട് പുള്ളി ഇങ്ങനെ ഏങ്ങി അടിച്ച് കരച്ചിൽ കേൾക്കുന്നുണ്ട് ഏതോ മുറിന്ന്. അപ്പൊ പുള്ളി എന്താ സമയം എല്ലാവരും ഉറങ്ങുന്നു, ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെയാണ് പുള്ളി മോണിറ്ററിന്റെ മുന്നിൽ വന്നപ്പോൾ മനസ്സിലാകുന്നത് ഞാൻ അവിടെ മറ്റേ കരിഞ്ഞ ആ സീൻ അഭിനയിക്കുവാണ്, ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ, അതായത് ഞാൻ പറഞ്ഞത് അങ്ങനെ അത്ര ആ ടൈമിൽ ഷൂട്ട് ചെയ്ത സീനാണ്. പക്ഷെ ഞാൻ വിചാരിച്ച ആ സീനിലൊക്കെ ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ കൂവുന്ന വിചാരിച്ച്. പക്ഷെ എനിക്ക് എന്തോ ഫോർ സം റീസൺ അത് കുറെ പേർക്ക് കണക്ട് ആയി. അപ്പൊ അങ്ങനെ എലി എന്ന് വിളിക്കുമ്പോ അങ്ങനെ വിളിക്കുമ്പോ ഒരു പ്രത്യേക രസമുണ്ടല്ലേ? വേറെ ക്യാരക്ടേഴ്സിന്റെ പേര് വിളിക്കുന്നേക്കാളും എലി എലി എന്ന് വിളിച്ചു നല്ല രസമായിരുന്നു. കോഴിക്കോട്, അതായത് ഞാൻ കോഴിക്കോട് വരെയാണ്. അപ്പൊ ഈ ഷൂട്ട് കഴിഞ്ഞ് അത് കരിക്കും വെള്ളം ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ SM സ്ട്രീറ്റിലൂടെ ചുമ്മാ ഞാൻ എന്തോ മേടിച്ചോണ്ട് ഇങ്ങനെ നടക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് ആരോ എലി എന്ന് പറഞ്ഞു. ഞാൻ ചാടി ഇങ്ങനെ ചുറ്റും നോക്കുക, അതായത് റോഡിലൊക്കെ ഉണ്ടാവും നമ്മൾ കാണുന്നല്ലോ. ഞാനിങ്ങനെ എലി, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എലി എന്നുള്ളത്. അതേപോലെ തന്നെ വേറൊരു സിനിമയായിരുന്നു ക്വീൻ അല്ലെ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറെ പേരിങ്ങ് വരുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, ഇടിക്കുന്നു, സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്ത് മാജിക് ആണ് ചെയ്തത് പറയൂ? നമ്മളത് മാജിക് എന്നൊക്കെ പറയാൻ എന്തോ മാജിക് നിങ്ങൾ ചെയ്തൊന്നുമില്ല. എല്ലാവരുടെയും ആഗ്രഹം ഒന്നായിരുന്നു സിനിമ ചെയ്യാ, അത് വിജയിക്കണം എന്നുള്ളത്. എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് വന്നത്? ഓഡിഷൻ ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ഓഡിഷൻ ത്രൂ ആണ് വന്നത്. അപ്പൊ ഫസ്റ്റ് ഓഡിഷനിൽ തന്നെ സെലക്ട് ആയോ? 8 or 9 ഓഡിഷൻസ് ഉണ്ടായിരുന്നു. അതുവരെ അവര് ഹോൾഡ് ചെയ്തു. അത് ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ അത് ആ ടൈമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ പനമ്പള്ളിയില് ഡോണറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട്, ഞാൻ ഓഡിഷന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ലേറ്റ് ആയി ഞാൻ അവിടെ. അപ്പോൾ ഡിജോ ലാസ്റ്റ് 7-8 ആ ടൈമിലായിട്ടാണ് പോകും. അപ്പോൾ ലാസ്റ്റ് ഡിജോ എന്നിട്ട് പറഞ്ഞു അത് ലേറ്റ് ആയ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞു ജോലിയുണ്ട്, അതുകൊണ്ടാണ് അത് ലേറ്റായ. അല്ല, ഇതിൽ തരാൻ പോണത് മെയിൻ ഒരു സാധനമാണ്. അപ്പൊ നീ അങ്ങനെ ലേറ്റ് ആവാൻ പറ്റില്ല, നിനക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് സീരിയസ് ആവണം, കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കണം. അപ്പോഴാണ് ഓക്കെ ഞാനാണോ മെയിൻ. ഞാൻ വേഗം ഫോൺ എടുത്ത് അപ്പൊ തന്നെ വിളിച്ച് നേരെ അതെ ജോലി വേണ്ട, എനിക്ക് ജോലി വേണ്ട, അങ്ങനെയായിരുന്നു അതിന്റെ ഓഡിഷൻ. പക്ഷെ രസമായിരുന്നു കോളേജിലൊക്കെ, ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം കുറെ കോളേജ് പെൺപിള്ളേര് എന്ത് പറയുന്നുണ്ടായിരുന്നു? ധ്രുവേട്ട ഐ ലവ് യു, ഐ മിസ് യു അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. കുറെ ഇൻസ്റ്റഗ്രാമില് മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? രജിഷയ്ക്ക് ഭയങ്കര പുച്ഛമല്ല, എനിക്ക് മറ്റേ അത് പറഞ്ഞ രീതി കേട്ടോ ഞാൻ ചിരിച്ചു. ഓ, എന്റെ വാക്ചാതുര്യം കേട്ട് ചിരിച്ചു പോയതാണല്ലോ. ഓക്കെ. എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഒക്കെ വരാറുണ്ടായിരുന്നോ? മെസ്സേജ് ഒക്കെ വരാറുണ്ട്. ഇപ്പോഴും വരാറുണ്ട്.